ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേയ് ഗെയിമർ. നമ്മളെന്ന് പറയുമ്പോൾ വേറെ നല്ല ഒരു കളിയൊക്കെ കളിക്കണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും നെയ്മർ 103 ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഇന്ന് 103 ആക്കാനുള്ള ഒരു ബൂസ്റ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കങ്ങ് ആദ്യം കുറച്ച് ആൾക്കാരെ വിൽക്കണം, എന്നാലേ സെലക്ഷൻ ബൂസ്റ്റർ കിട്ടുള്ളൂ. ഇത് ചിലപ്പോൾ ആവുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. ചിലപ്പോൾ ആയാലായി, ആയില്ലെങ്കിൽ ആയില്ല. അങ്ങനത്തെ ഒരു ബൂസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇതൊക്കെ ആവുമോ. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ബൂസ്റ്റർ ഏതാന്നൊക്കെ പറഞ്ഞുതരട്ടോ. ഇതാവര് അതായത് നമുക്ക് തപ്പാം ഏത് പ്ലേസിനെ വിറ്റാലാണ് ഇത് കിട്ടുക. ഗായ്സ്, ഇവിടുന്ന് അങ്ങോട്ട് വിൽക്കാൻ തുടങ്ങും. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഗായ്സ്. ഇവരൊക്കെ വിറ്റാൽ കിട്ടും. ഞാൻ പിന്നെ കണ്ടപ്പോൾ വിചാരിച്ചു വേറെ ഒന്നും ഇതിലുണ്ടാവില്ല. അത് നമ്മൾ ഇവിടെ വരെയുള്ളവരെ നമ്മൾ വിൽക്കുകയാണ്. 32 എണ്ണം കിട്ടും. 32. പിന്നെ നീ കുറച്ച് അൺലോക്ക് ആക്കിയിട്ട് അതിലാണ് വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വെക്കുക. അൺലോക്ക് ആക്കുക ഗൈസ്. ഗബ്രിയേൽ ജീസസിൻ്റെ ഒരു കാർഡാണ് നോട്ടെ. എൻട്രിക്കിൻ്റെ കാർഡ് വേണം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എൻട്രിക്കിന് ഇനി വേണ്ട, ആൻ്റണി ഒന്നും വേണ്ട ഗൈസ്, വേണ്ട. അൺലോക്ക് നമുക്ക് വിൽക്കാൻ തുടങ്ങാം. പെഡ്രോയും കൂടി കൂടിക്കോട്ടെ. നമുക്ക് ഞാനും വേണ്ട, ഒന്നിനും ബാക്കിയൊക്കെ വിൽക്കുക ഗൈസ്. 70 മതിയാവും എനിക്ക്. എന്താ പറയുക, ഇതിന് 70 മതിയാവും. 56 കിട്ടി, 80 കിട്ടി. ലാഭല്ലേ. നമുക്കൊന്ന് ഇത് ചിലപ്പോൾ കൊടുത്താൽ റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വിശ്വാസം അല്ല നമ്മളിപ്പം ഉണ്ടാവണം. പിന്നെ ഡബിൾ ബൂസ്റ്റർ മാനേജർ നിർബന്ധം കേട്ടോ. ഡബിൾ ബൂസ്റ്റർ മാനേജർ ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഭാഗ്യം ഉണ്ടോ ഇല്ല നമുക്കിത് കണ്ടറിയാം. ഞാൻ വിചാരിച്ച് ഫ്രീ കിക്ക് പോരാന്നാ. ഫ്രീ കിക്ക് ഇങ്ങനെ കൊടുത്തോളാം. ആവില്ലാന്ന് ആൾക്കാർ മൊത്തം പറയണേ. നമ്മളൊരു ചെറിയ വെറുതെ കൊടുത്ത് ചെക്കനായില്ല എന്നാണ് തോന്നുന്നത്. പെപ് ഗാർഡിയോളൻ്റെ ആയില്ല, ഞമ്മൂറിൻ്റെ അതും ആയില്ല. കാര്യം നമ്മൾ ഐശ്വര്യത്തിൽ ഉണ്ട്. ഫ്രീ നടക്കൂല. നമ്മൾ ഐശ്വര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമുക്കെന്തായാലും ഒരു മാച്ച് കളിക്കാം. നെയ്മറുണ്ടല്ല, പേടില്ല. ബ്ലിറ്റ്സ് നെയ്മറുണ്ട്, പിന്നെന്താ പേടി. ഇങ്ങനെ ഒരു സാധനം എന്നാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അവിടെ. അവിടെ നമ്മൾ ഷോർട്ട്സ് ഇട്ട് നോക്കിയാൽ മതി. അവിടെയുണ്ട് സാധനം. ഏതാ കളി മാച്ചിൽ 7th or 9th ഇതൊക്കെ എപ്പോൾ നമുക്ക് എന്തായാലും കളിച്ചോ. ടീം ഇതാ തന്നെ വേറുണ്ട്. അവിടുത്തെ മാർച്ച് 203 ആ ടോപ്പ് പ്ലെയറിൽ കളിച്ചേക്കപ്പോൾ. എന്തായാലും കളിയിലോട്ട് കിടക്കുകയാണ്. ആരൊക്കെ ഇറക്കണം? നെയ്മർ ഫുൾ ഫോം ആയാൽ മതി എനിക്ക്. പറഞ്ഞിട്ടില്ല ഫുൾ ഫോം നെയ്മർ. ഇനി ഒന്നും പറയണ്ടില്ല, നെയ്മർ കിട്ടി. അതന്നെ എനിക്ക് പറയുള്ളൂ. കഫു ഇറങ്ങട്ടെ റൈറ്റ് ബാക്കായിട്ട്. പിന്നെ വിർജിൽ വാൻഡേക്ക് ഇറങ്ങട്ടെ നമ്മളെ സെൻറ്റർ ബാക്കായിട്ട്. പിന്നെ അത് മെസ്സി പറഞ്ഞൊരുത്തനെ കൂടി ഇറക്കാം. റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് ഒരു കോംബോ ആയിക്കോട്ടെ എന്നാ. ഇതല്ല അതിൻ്റെ ശരി. പിന്നെ സെൻറ്റർ ഫോർവേഡായിട്ട് നല്ലതാരം ഉള്ളത് അങ്ങനെയൊക്കെയാണ്. വിയ ഇറങ്ങട്ടെ ബട്ട്. എന്നിട്ട് ഫോർലാൻ്റെ പകരം നല്ലൊരു സെൻറ്റർ ഫോർവേഡ് ആരാ ഉള്ളത്? ആരില്ല കേസ്. ഫോർലാൻഡ് നോക്കട്ടെ. അത് സെൻറ്റർ ഫോർവേഡാ. കളിയിലോട്ട് പോകാം. ഇത് നമുക്കുള്ള കളി, ഇത് എൻ്റെ കളി. വി വിൽ വിൻ ദിസ് മാച്ച്. നമ്മൾ ജയിക്കാനാണ് നോക്കുന്നത്. നമ്മൾ 2-1 ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ടാർഗറ്റ് നെയ്മറാട്ടാ. നെയ്മറിനെ കൊണ്ട് ഇങ്ങനെ ഒരു ബ്ലിറ്റ്സ് ഇല്ലേ, ആ സാധനം വരുത്താനുള്ളതാണ് നമ്മളെ പ്ലാനുള്ളത്. ഇങ്ങനെ പോവും, വളഞ്ഞ് ഗാർഡിയോള സ്റ്റേഡിയമൊക്കെ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല സ്റ്റേഡിയമാണ്. വി ക്യാൻ ട്രൈ ഒക്കെയാണ് പറയണേ. നമുക്ക് ജയിച്ചിട്ട് വരാം. വരുമല്ലോ അല്ലേ.
കാൻഡോണ ബോൾ വീണ്ട്. നമുക്ക് ടച്ചാണെങ്കിൽ എന്താ ബോൾ വരേക്കില്ല. എന്താ ഇപ്പം ചെയ്യുക, ഭാഗ്യവുമില്ല. നെയ്മർ, ഓ ക്രോസ് ബാർ ഗൈസ്, ഏത്തടി. ഇത്രക്കും ഞാൻ പ്രതീക്ഷിച്ചത് നെയ്മറിൻ്റെ അവിടെ നിന്നൊക്കെ അങ്ങനെ പൊന്തിക്കും ഞാൻ വിചാരിച്ചില്ല. ക്രോസ് ബാർമ തട്ടാണ്. ക്രോസ് ബാർ ചതിച്ചു നീ എന്നെ. കഴിക്കുന്ന പോവാണ്. ലൂസ് മിയ, അറമ്പറി. ഓ വാൻഡേക്ക് എടുത്തിട്ടുണ്ട്. കാൻഡോണ ആറ് വരാതെ മെസ്സിയിലോട്ട്. മെസ്സി വരാണ് എനിക്കും ബ്ലിച്ചൊക്കെ അടിക്കാറ് പറഞ്ഞിട്ട് മെസ്സി വെറുതെ ഒരു ട്രൈ. ഓ ഗോൾ, ഇറ്റ്സ് ഗോൾ ബൈ ലിയോ ആരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതാ പറയണേ, മെസ്സിനൊക്കെ തൊട്ട് കളിച്ചാലേ നിങ്ങൾ അവിടെ തീരും. നെയ്മർ ഒന്നൊന്നര ബ്ലിച്ചടിച്ചപ്പോൾ മെസ്സിയാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റിയത്. പക്ഷെ അത്രക്കും ബ്ലിച്ചായിരുന്നെങ്കിലും നല്ല കളായി. നെയ്മറിനേക്കുന്നതാണ് ബ്ലിച്ചൊക്കെ വരല്. ഈ കളിയിൽ 1-0 മെസ്സി ഒരു ഗോള്. അടുത്ത് നെയ്മറിനെ കൊണ്ട് അടുപ്പിച്ച മെസ്സി. നെയ്മർ സുവാരസ് കൂടെ ഉണ്ടെങ്കിൽ സുവാരസ് വായിക്കണം. എന്തൊക്കെ ആയാലും നമുക്ക് കണ്ടറിയാം എന്താവുന്നു. ഫെമീന സനേറ്റിക്ക് എടുത്തിട്ടുണ്ട്. നെയ്മർ പല സ്കില്ല് കൊടുക്കുന്നുണ്ട്. കൈക്കന്ന് പോയി. ലൂസ് മിയ, അറമ്പറ. ഓ ഒന്നൊന്നര ത്രൂ. എന്തൊക്കെയായാലും കൈക്കന്ന് പോകും ഉറപ്പാണ്. ഓ കഫു, ഏതാ കളി? കഫു പടാ പെരേ പോടാ. അങ്ങനെയൊന്നും ഇവിടെ ഗോളാവില്ല. വാശിക്ക ഒലിവർ ഖാൻ നെയ്മറിലോട്ട് തന്നെ. നെയ്മറിൻ്റെ ഹെഡിങ് അറിയും ഇല്ലേ? ഹെഡിങ് ബൂസ്റ്റ് സ്കില്ലൊക്കെ എടുത്തിരുന്നല്ലോ. കണ്ട റൈക്കാർഡ് നെയ്മർ. ഓ അവിടുന്ന് അങ്ങനെ അടിച്ചാൽ എന്തായാലും നടക്കൂല, എല്ലാവർക്കും അറിയാം. വീണ്ടും വാൻഡേക്ക്. ഓ ഗൈസ്, അറമ്പറി, ജുവൻ, ഐഗ്ലാസ്, ലൂക്കാസ് വാസ്ക്യൂസ്, അറമ്പറി, ഐഗ്ലാസ് ഓഫ് സൈഡ് ഉണ്ട്. ഓഫ് സൈഡ് എന്തോ ഒരു തൊള്ള കിട്ടാത്ത പേരാണ്. ഐഗ്ലാസ് ഓഫ് സൈഡ് ഉണ്ട്. തൊള്ള കിട്ടാത്ത പേരിടുന്നോളും കുട്ടികൾ. ഓ ഗൈസ്, ഒലിവർ ഖാൻ്റെ വക 1-1 അടി. പോട്ടെ. വിയ, ലൂസ് മിയ, കാൻഡോണ, നെയ്മറിലോട്ട്. നെയ്മർ പിച്ച് അടിക്കാനുള്ള എന്താ ഇപ്പം ചെയ്യുക? പിച്ച് അടിക്കണ അങ്ങനത്തെ രീതിയൊക്കെയാണ് നെയ്മർ. അടിക്കണ്ട. അടിക്കാനുള്ള പലതും ചെയ്തു നോക്കുന്നുണ്ട്. ഓ കാശ് പിടിച്ച്. ഈ നെയ്മറിൻ്റെ ബ്ലിസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രോസ് ബാർമ തട്ടിയിട്ടാണ് പോകുന്നത്. എല്ലാം ക്രോസ് ബാർമ അറിയില്ലേ. ഗോളുകളോ കുഴപ്പമില്ല, നല്ല കളി. എന്നാൽ വെച്ചാൽ ജയിച്ചിക്കല്ലേ. അത് വെച്ച് ഇതൊക്കെ നല്ല കുഴപ്പമില്ല. നെയ്മർ അടിക്കാൻ നോക്കണം, ബ്ലിച്ചൊക്കെ ക്രോസ് ബാർമ തട്ടണത്. അപ്പോൾ നമുക്ക് അടുത്ത കളിയാകുമ്പോൾ ശരിയാവുമായിരിക്കും. അത് നമുക്ക് എന്തായാലുള്ളൂ. വെൽ ട്രെയിൻഡ് അല്ല ആള്. ഫോർലാൻഡ് നെയ്മറിന് ആരും ഡ്രിബിൾ ചെയ്യാൻ ആകെ പനുള്ളൂ. അതൊക്കെ സുഖമായിട്ട് തീരും. അത് അടുത്ത ആൾ നെയ്മർ സ്കില്ലൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല പറയാണ്. ബ്ലോക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട് ഗൈസ് അവിടെ. മെസ്സി നെയ്മറിലോട്ട് തന്നെ. നെയ്മർ കിട്ടിയതും വിളിച്ച്. ഇത് മെസ്സി നെയ്മറുള്ള കോമ്പാണ്. ഗൈസ്, അത് ഞാൻ പറയുള്ളൂ. മെസ്സി ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. മെസ്സി നെയ്മറും പറഞ്ഞാൽ അത്രക്കും നല്ല കോമ്പോ വേറെ ഏതുമില്ല ഗൈസ് ഈ ലോകത്ത് വെച്ച്. അത്രക്കും ഭയങ്കര ഡൂ ആണ് അവർ രണ്ടാളും തമ്മിൽ. നോക്കിട്ടാ, മെസ്സി പാസ് എടുത്തു നെയ്മർ സെക്കൻഡ് ടൈം എടുത്തു 1-1 വിളിച്ചു. ഇത് മെസ്സി അടിച്ച വിളിച്ച് നോക്കുമ്പോൾ രണ്ടും ഒരേതാണ്, കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ ഇക്കളി നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നെയ്മർ നമ്മളെ സെക്കൻഡ് അതിനെക്കൊണ്ട് ബ്ലിച്ചടിപ്പിക്കുക. ബ്ലിച്ച് കൂള് ഗോൾ. വീണ്ടും നെയ്മർ ഒരാണ്. ഇവരൊന്നും സ്കില്ലിൻ്റെ ആവശ്യമില്ല. സ്കില്ലെടുത്ത് കയറി പോകും. രണ്ടാൾക്കാരെ റെഡിയിൽ നിന്നൊക്കെ പ്രശ്നമുള്ളൂ. നമുക്ക് റെഡിയാക്കാം. പിന്നെ നമ്മൾ തുടങ്ങണല്ലേ ഉള്ളൂ ഗൈസ്. റൈക്കാർഡ് ഹാഫ് ടൈം വിസിൽ ആണ്. ഇറ്റ്സ് FC ബാഴ്സലോണ 2 നമുക്കുള്ള കളിയാണ്. ഞാൻ ആ കളി തുടങ്ങുന്നതിന് മുമ്പേ പറയണേ. അതുകൊണ്ട് മെസ്സി നെയ്മർ എനിക്ക് ആദ്യമേ ഗോൾ അടിച്ചു തന്നിട്ടുണ്ട്.
എന്ത് സുഖം, നിസ്സാരം. ഓ ലുക്കാസ് വാസ്ക്യൂസ്, വാൻഡൈക്ക്, വിർജിൽ വാൻഡൈക്ക്. ഓ നെയ്മർ ഗായ്സ്, ഇത് നെയ്മറിനല്ലേ ഉള്ളൂ. ഓ ഗോൾ. അടുത്ത ബ്ലിറ്റ്സ് കോളറുമായി ഇത് നെയ്മറിൻ്റെ അരങ്ങേറ്റമാണ്. ഇതൊക്കെ എന്ത് എന്ന് ചോദിച്ചിരിക്കുകയാണ് നെയ്മർ. വെറും നെയ്മർ, ബ്ലിറ്റ്സ് നെയ്മറിനകത്തോട്ട് കളിച്ചാൽ നെയ്മറിന് അങ്ങോട്ട് തരും ഒരു ബ്ലിറ്റ്സ് കോളർ. ഞാൻ വിചാരിച്ചില്ല അവിടുന്ന് അടിച്ചാൽ സുഖമായിട്ട് കയറുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ദൂരത്തുനിന്ന് കഴിഞ്ഞ് നമ്മൾ അടിച്ചു തുടങ്ങുന്നതാണ്. 2 ഗോളും നെയ്മറും, 1 ഗോൾ മെസ്സിയും. ഓ ഗായ്സ്, എന്താ കോംബോ! എന്തായാലും കണ്ടറിയാം ആരൊക്കെ അടിക്കാൻ നോക്കാം. ഓ ഡെക്കനം ഡിജിനെ, ലൂയിസ് വാസ്ക്യൂസ് അല്ലേ. ഓ കെന്നവേരോ, കാൻഡോണ. പിന്നെ ഒരു ത്രൂ, വല്ലാത്ത ത്രൂ ആണ്, നെയ്മറിന് കിട്ടില്ല. ഗായ്സ് നെയ്മർ അത് എടുക്കേനു, ഞാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓ ഗായ്സ് സൈദ് റൊമേറോ, ഇത് കെന്നവേരോ എടുക്കും, എല്ലാവരും എടുക്കാൻ അങ്ങനെ കൊടുത്താ. ലൂസ്മിയ, കിക്കോ ഫെർമീന. ഇനി നമുക്ക് ബോൾ കിട്ടിയാൽ വേണമെങ്കിൽ നെയ്മറിനെ കൊണ്ട് ഒരു ബ്ലിറ്റ്സ് എടുപ്പിക്കാനുള്ള ട്രൈ എടുത്താറ്. കാരണം എന്താ, വേറെ ഒന്നുമില്ല, അവിടെ ആകെ ഒരുത്തനേ ഉള്ളൂ. അവനൊക്കെ സുഖമായിട്ട് നെയ്മറിന് റിപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് സുഖമായിട്ട് റിപ്ലൈ ചെയ്ത് പോരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി ദൂരത്തുനിന്ന് അടിക്കണമെന്ന്. അതിന് വേണ്ടി ഇവിടെ വരെ വന്ന് അടിക്കാൻ നിൽക്കുമ്പോൾ ഈ കിക്കോ ഫോർമീന വന്നാണ്ട് കാലെടുക്കാം. ഈ കിക്കോ ഫോർമീന ഡ്രിബിൾ ചെയ്ത് എത്ര വട്ടം പോയിക്കണേ. പക്ഷെ എന്തായാലും പ്രശ്നം വേറെ ഒന്നുമല്ല, അടിക്കാൻ നിൽക്കുമ്പോൾ ബോൾ കാലിന് പോകും. അതാണ് നെയ്മറിൻ്റെ മെയിൻ പ്രശ്നം. അത് നമ്മൾ നെക്സ്റ്റ് ടൈം ശരിയാക്കാം. കാൻഡോണ, ഈ നെയ്മറിൻ്റെ സ്റ്റണ്ണിങ് എങ്ങനെ ഉണ്ടാവും? സ്റ്റണ്ണിങ് അതിന് പൊളിക്കൂ അതോ മൂഞ്ചു കണ്ടരാം. ഞാൻ സ്റ്റണ്ണിങ് ട്രൈ ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട് ടെസ്റ്റില്, അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ നന്നാവും. ഓ ഗായ്സ്, ലൂയിസ് വാസ്ക്യൂസ്. ഓ ഭാഗ്യമുണ്ട് ഫിനിഷിങ് ഇല്ലാത്തവർക്ക്. ഫിനിഷ് ചെയ്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ഇനി ഈ വീഡിയോ കണ്ട് ആരും ഫ്രീ കിറ്റേക്കൊന്നും കൊടുക്കല കേട്ടാ. കൊളാം മൂഞ്ചു, ഞാനാ പറയണേ. ചങ്ങായിക്ക് ആവണില്ല ഡബിൾ ബൂസ്റ്റർ അങ്ങനെയൊന്നും. ഓ ഗൈസ്, ഇതൊക്കെ എന്ത് എന്ന് പറയുകയാണ്. ഏതൊക്കെയോ സൈഡിൽ നിന്നൊക്കെ വരുന്നേ. ഒരു 2 ആളെ സുഖമായിട്ട് എടുത്ത് ഗോൾ. ഓ അതാണ് ഗൈസ് ഗോള്. ഏതാ ഗോള്? 2 ആളെ ഇടയിൽ കൂടെ ഒരു ടേൺ കൊടുത്ത് ഒരു കീളും അങ്ങോട്ട് അടിച്ച്. നെയ്മർ പറയാണ് നമുക്കൊരു പിക്ക് എടുക്കാം, അതല്ല അതിൻ്റെ ശരി. റാബിറ്റിൻ്റെ മുന്നിൽ തന്നെ ആയിക്കോട്ടെ. ഏതാ ഗോള്? ആ ഗോള് കണ്ടാൽ മനസ്സിലാവുകയെ സീൻ ഗോളാണെന്ന്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ടേണ്, അവിടെ പോയി ബ്ലിറ്റ്സ്. ഓ രോമാഞ്ചം ഒരു ഗൈസ്, ഞാനാണ് ഇതൊക്കെ ചെയ്തു പറയുമ്പോൾ തന്നെ. ടേണാണ് എനിക്കിഷ്ടമായത്. അവിടുന്ന് ആ ടേൺ ഈ ക്യാമറയെ കാണിക്കൂല ഗൈസ്, അതൊക്കെയാണ് കണ്ടുവരാം. നമുക്ക് 4-0 ഹാട്രിക്കുമായിട്ടാണ് നെയ്മർ ഞാൻ എന്തായാലും ഈ കളി മടങ്ങുള്ളൂ. അത് നീ നെയ്മർ ഉറപ്പിച്ച്. ഓ ഏതാ ടേൺ, ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ടേണിൻ്റെ ഇടയിൽ ബ്ലിറ്റ്സും. ഓ ഏതാ കളി! നെയ്മർ ഒറ്റക്ക് മതി ഗൈസ് കളിക്കാനൊക്കെ. സ്കില്ലിന് കേട്ടോ, ലെഫ്റ്റ് വിങ് ഒറ്റക്ക് നെയ്മറാണ് ലെഫ്റ്റ് വിങ് ആരെ ഭരിക്കണേ? നെയ്മർ. എന്തുകൊണ്ട്? സ്കിൽ ആൻഡ് ബ്ലിറ്റ്സ് കേൾ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുള്ളൂ. ഓ ഗൈസ്, ഒരു പെനാൽറ്റി ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ നമ്മൾ കാണും, അതിന് കുഴപ്പമാണ്. ഏതാ മാത്രം അറിയിച്ചാൽ ഈ യെല്ലോ, ഇതൊന്നും വിഷയമല്ല പെനാൽറ്റിക്ക്. ഇതല്ലേ നമ്മൾ വലത്തോട്ട് ചാടും കേട്ടോ. ഈ എനിക്കറിയാം, അറമ്പറക്കറിയാം വലത്തോട്ടോ നടുക്കണം. ഇടത്തോട്ട് അടിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. കണ്ട ഇത്രയേ ഉള്ളൂ, സുഖമാണ് പെനാൽറ്റി ആയിട്ട് പറഞ്ഞാൽ. കണ്ട ഒലിവർക്കാനതൊക്കെ എന്ത് ഗൈസ്, എനിക്ക് അതിൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ സുഖമായിട്ട് അവനെ എവിടെ അടിച്ചെന്നൊക്കെ പറഞ്ഞു തരണേ. വെറുതെ പറയാനും ഞാനും ഇതിടണ്ടേ. ഒലിവർക്കാൻ എവിടെ ഇട്ട് കൊടുക്കുക കാണാം. നെയ്മറായിട്ട് പാസ് ഒന്നും കൊടുക്കുന്നില്ല. ഓ സ്കില്ലുണ്ട് നിങ്ങൾ. ഏതാ കളി? നെയ്മർ കിണ്ണം. നെയ്മർ മതിയോ? നെയ്മർ ഒറ്റക്ക് ലെഫ്റ്റ് ഭരിക്കാൻ നെയ്മർ ഉണ്ടല്ലോ, പിന്നെ എന്തിനു പേടി? അങ്ങനെ കേൾക്കില്ല. ആ സ്റ്റോപ്പിംഗ് ഉണ്ടാ. ഞാൻ വിചാരിച്ച ആദ്യം ചെസ്റ്റ് എടുക്കുന്നു, ഭയങ്കര ഹൈറ്റ് കണ്ടപ്പോൾ. അല്ലെങ്കിൽ നമ്മളെ സാധാമാതിരി ഇങ്ങനെ കാലുകൊണ്ട് വെച്ചെടുക്കുന്നു. മറ്റേ കാലപ്പുറത്ത് പോയിട്ടാറാ പോകണം. ആ സ്കില്ലെടുക്കാൻ ഞാൻ വിചാരിച്ചതാണ്. എന്തൊക്കെയാലും ഇത് നമുക്ക് ജയിക്കും, നമുക്കുള്ളേ ഉള്ളൂ. പെനാൾട്ടി ഇട്ടാറെങ്കിൽ പിന്നെ എന്താ ഒലിവർക്കാൻ പേടി? ഒലിവർക്കാൻ ഞാൻ എന്തെങ്കിലും വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
തോന്നുന്നുണ്ടെങ്കിൽ ആ മനസ്സ് വെച്ചാൽ മതി, വിടൂല. ബിസ്മില്ലാ, വിടാന്ന് മതിയോ. ഒലിവർക്കാനുള്ള ഉള്ളൂ ഇതൊക്കെ. ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് ഒലിവർക്കാനുള്ള ഉള്ളൂ. പിന്നെ നെയ്മർ അത് കൊണ്ടുപോയി കേട്ടോ കളി. മാൻ ഓഫ് ദി മാച്ച് ഞാനാ പറയണേ. നെയ്മർ ആയില്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ മാറ്റിക്കൊള്ളട്ടാ. ഞാൻ കാരിച്ചു പോരാ. നെയ്മർ ആയില്ലെങ്കിൽ കുണാമിൻ്റെ പേര് തന്നെ മാറ്റിട്ട് ഉണ്ടാക്കണ്ട. പോകണ്ട ബോളും പിടിച്ചാണ്ട് പോക്കുവാണെ ഇവരുടെ മുടിയോ കണ്ടിട്ട് കൊതിയാണ് കേസ്. ഏതാ കളി? നെയ്മർക്ക് എണ്ണം എന്തെങ്കിലും പറയണ്ട എതിരെ പറയാണ്ടെങ്കിൽ മനസ്സ് വെച്ചാൽ മതി, പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്കും ഭയങ്കര കളി നെയ്മർ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏതാ കളി? പക്ഷെ നമ്മൾ ഏഴാം സ്ഥാനത്തേക്ക് കളിയില്ലേ. അടുത്ത കളി വെച്ചാൽ നമ്മളിനി ടോപ്പ് സ്കോറർ വേറെ ആരുമല്ല കേട്ടോ, നെയ്മറാവും. ക്യാൻറ്റോണൊന്നുമല്ല. ക്യാൻറ്റോണൊക്കെ ഏതെങ്കിലും റൂട്ട് പോയിരിക്കട്ടെ. നെയ്മർ 5 ഗോള്. ഓ 5ാമത്തെ എത്തിയുണ്ട്. ചാടും ആ ഇനാഗി വില്യംസിനെ കണ്ടെത്തും. ഞാൻ അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കുള്ള എല്ലാ അസിസ്റ്റിൻ്റെ ഇതൊന്നും ഏലോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ടാറ്റാ.